പ്രിയപ്പെട്ടവരെ, ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് 2026 ജനുവരി മാസത്തിലെ പൊതുഫലങ്ങളെക്കുറിച്ചാണ്. അശ്വതി മുതൽ രേവതി വരെ വരുന്ന മുഴുവൻ നക്ഷത്രങ്ങളുടെയും പൊതുഫലം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ്. ഓരോ നക്ഷത്രത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതി, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, സുഹൃത്ത് വലയങ്ങൾ, അതുപോലെ തന്നെ പുരോഗതി, കാർഷിക രംഗം, പൊതുവെയുള്ള ജോലി സാധ്യത, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഈ വീഡിയോയിൽ വിശദമായി സംസാരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നാളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ നിത്യപ്രാർത്ഥനയിൽ തീർച്ചയായും നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തി ആ പ്രാർത്ഥന സമ്പൂർണ്ണമാക്കാൻ വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ആരംഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യമായി നമ്മൾ പരിശോധിക്കുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. 2026 ജനുവരി മാസം അശ്വതി നക്ഷത്രത്തിന് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുക എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനമായും വരുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ തുടക്കങ്ങളുടെ മാസമാണ് ജനുവരി മാസം എന്നുള്ളതാണ്. ഏത് കാര്യങ്ങളും പുതുതായി തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. പഴയ കാര്യങ്ങളും മറ്റും മാറ്റിവെച്ചതിന് ശേഷം തീർച്ചയായും ജീവിതക്രമത്തിൽ ഒരു പുതുമയുടെ രൂപീകരണം നടക്കുന്ന സമയമാണ് ജനുവരി എന്ന് എടുത്തു പറയേണ്ടതാണ്. അതാണ് പ്രധാനമായി അശ്വതി നക്ഷത്രക്കാരൻ്റെ ഒരു ഫലം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മനസ്സിന് വലിയ ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകുന്നൊരു മാസമാണ്. അത് പ്രവൃത്തി പദത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതുകൊണ്ടാണല്ലോ മാനസികമായ ഒരു ഐക്യവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഉണ്ടാകുക. പിന്നെ എടുത്തു പറയാവുന്നൊരു കാര്യം, നീണ്ട കാലമായി മാറ്റിവെച്ചിരുന്ന പല കാര്യങ്ങളും ആരംഭിക്കാനുള്ള സമയമാണിത്. എല്ലാ കാര്യത്തിനും ഈ മാസം അനുകൂലമാണ് എന്നുള്ളതാണ് അശ്വതി നക്ഷത്രക്കാരുടെ പ്രധാന ഫലം. പുതിയ ജോലിക്കുള്ള ശ്രമങ്ങൾ ഫലത്തിലേക്ക് എത്തുന്നതായി കാണുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ ആശയങ്ങൾ, അധിക ഉത്തരവാദിത്തങ്ങൾ എന്നിവയൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചെറുതായിട്ടെങ്കിലും സാമ്പത്തികമായ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പഴയ കുടിശ്ശികളൊക്കെ പിരിഞ്ഞു കിട്ടാനുള്ള ഫലവും നിങ്ങൾക്ക് കാണുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് വലിയ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണുന്നത്. മുതിർന്നവരുടെ ഉപദേശം നിങ്ങൾക്ക് ഗുണം ചെയ്യും. ആരോഗ്യപരമായ കാര്യങ്ങൾ പറയുമ്പോൾ തലവേദനയും ഉറക്കക്കുറവ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങൾക്ക് നേട്ടമുറപ്പാണ്. ഇതാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ജനുവരി മാസത്തിലെ പൊതുഫലം. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് 2026 ജനുവരി മാസത്തിൽ ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളെക്കുറിച്ചാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിൽ പരീക്ഷണങ്ങളുടെ സമയമാണ്. മാനസികാവസ്ഥ പറയുകയാണെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ചില കാര്യങ്ങൾ മനസ്സിന് ഭാരമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജോലിയിൽ സമ്മർദ്ദം കൂടും. അധികാരികളുമായി സൂക്ഷ്മതയോടുകൂടി തന്നെ പ്രവർത്തിക്കുകയും ഇടപെടുകയും സംസാരിക്കുകയൊക്കെ വേണം. പണം വരാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ചിലവ് കൂടുമെന്നാണ് കാണുന്നത്. അനാവശ്യമായ ചിലവുകൾ നിങ്ങൾ ഒഴിവാക്കണം. കുടുംബ ബാധ്യതകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ക്ഷമയോടെ തന്നെ പെരുമാറാൻ പഠിക്കണം. സഹിഷ്ണുത പാലിച്ചാൽ അവസാന സമയം നിങ്ങൾക്ക് വിജയമുറപ്പാണ്. ഇതാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ജനുവരി മാസത്തിലെ പൊതുഫലം. 2026 ജനുവരി മാസത്തിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതുഫലം പരിശോധിച്ച് നോക്കാം നമുക്ക്. ജനുവരി മാസം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയുടെ തുടക്കമാണ് എന്ന് പറയേണ്ടി വരും. ജോലിയിൽ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ സ്ഥാപന കാര്യങ്ങളിലൊക്കെ അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക്. സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ മെച്ചമായിട്ടാണ് കാണുന്നത്. വരുമാനം മെച്ചപ്പെടും. ബോണസ്, അധിക ലാഭം, ഇതിനൊക്കെ സാധ്യതയുണ്ട്. സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും. ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും. നിങ്ങൾ അഹങ്കാരം ഒഴിവാക്കിയാൽ ഈ മാസം വളരെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇതാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ജനുവരി മാസത്തിലെ പൊതുഫലമായി നമുക്ക് പറയാൻ കഴിയുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് ജനുവരി മാസം സ്ഥിരത നൽകുന്ന ഒരു മാസമാണ്. സാമ്പത്തിക കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതെല്ലാം വർദ്ധിച്ചു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്.
ഭൂമി, വാഹനം സംബന്ധിച്ച ആലോചനകളൊക്കെ നിങ്ങൾ തുടങ്ങി വയ്ക്കും. ജോലിസ്ഥലത്ത് സമാധാനമുണ്ടാകും. മേലധികാരികളുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായി പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും സൗഖ്യമുള്ള കാര്യമാണ് കാണുന്നത്. ബന്ധങ്ങൾ പരസ്പരം മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. അധിക ചെലവിൽ നിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ജനുവരി മാസത്തിൻ്റെ ഫലത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. മകയിര നക്ഷത്രമാണ് അടുത്തതായി വരുന്നത്. മകയിര നക്ഷത്രക്കാർക്ക് ജനുവരി മാസം, അതായത് 2026 ജനുവരി മാസത്തിൽ ചിന്തയും ആലോചനയും കൂടുതലാകാനുള്ള സമയമാണ് കാണുന്നത്. തീരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ തന്നെ ഓർമ്മ വരാനുള്ള സാധ്യതയുമുണ്ട്. ജോലിയുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ താമസം വരും, എന്നാൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും വരവുണ്ടാകും, പക്ഷേ പ്രതീക്ഷിച്ചതിൽ കുറവായിരിക്കുമെന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുക എന്നാണ് ഈ മാസത്തിലെ ഒരു പൊതുഫലത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അടുത്തതായി വരുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ജനുവരി മാസം മുന്നേറ്റത്തിൻ്റെ സമയമാണ്. ജോലിയിൽ പുതിയ ചുമതലകൾ നിങ്ങൾക്ക് വന്നു ചേരും. തീർച്ചയായും കഴിവ് തെളിയിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും. സ്ഥിരമായ വരുമാനമുണ്ടാകും. ചെറിയ ലാഭങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദൈവിക കാര്യങ്ങളിലും ആത്മീയ ചിന്തയിലുമൊക്കെ ഉയർന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ പോകുന്നതായും കൃത്യമായി ഈ ഫലത്തിൽ പറയുന്നുണ്ട്. അടുത്തതായി വരുന്നത് പുണർത നക്ഷത്രമാണ്. പുണർത നക്ഷത്രക്കാർക്ക് ഈ മാസം ഉയർച്ചയുടെ കാലഘട്ടമാണ്. പഴയ ഉയർച്ച വീണ്ടും തുടരുമെന്നാണ് കാണുന്നത്. നഷ്ടമായ അവസരങ്ങളൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പഴയ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് സഹായകരമായി തീരുമെന്നാണ് കാണുന്നത്. സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കുടിശ്ശികയൊക്കെ പിരിഞ്ഞു കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്ത് പഴയ പ്രശ്നങ്ങളൊക്കെ തീർന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ആത്മവിശ്വാസത്തോടെ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അടുത്തതായി വരുന്നത് പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിൽ സുരക്ഷയും സമാധാനം നൽകുന്ന ഒരു സമയമാണ് എന്നാണ് എടുത്തു പറയേണ്ടത്. ജോലിയിൽ സുരക്ഷയുണ്ടാകും, സ്ഥിരതയുണ്ടാകും, സാമ്പത്തികമായി സമാധാനമുണ്ടാകും, വർധനമുണ്ടാകും. പക്ഷേ വലിയ മാറ്റങ്ങളും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല. ചിലവ് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിലൊക്കെ നില മെച്ചപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. പതുക്കെ നിങ്ങൾ മുന്നോട്ട് പോവുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടും വിജയവും ഉണ്ടാക്കുമെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അടുത്തതായി വരുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാസം ജാഗ്രത ആവശ്യമുള്ളൊരു മാസമാണ്. ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചതിയും തെറ്റിദ്ധാരണകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിശ്വാസം നൽകുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നഷ്ടസാധ്യതയുണ്ട്. വായ്പാ ഇടപാടുകളിൽ സൂക്ഷ്മത പുലർത്തണം. നാവും മനസ്സും നിയന്ത്രിക്കേണ്ട സമയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തതായി വരുന്നത് മകൻ നക്ഷത്രമാണ്. ജനുവരി മാസം മകൻ നക്ഷത്രക്കാർക്ക് അധികാരവും ബഹുമാനവും ലഭിക്കുമെന്നാണ് കാണുന്നത്. തൊഴിൽപരമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുമെന്നാണ് കാണുന്നത്. മേലധികാരികളുടെ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നല്ല വരുമാനമുണ്ട്. തീർച്ചയായും അഹങ്കാരം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് കാണുന്നുണ്ട്. അടുത്തതായി വരുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം സന്തോഷവും ആഘോഷവുമാണ്. കുടുംബത്ത് വിവാഹ ചടങ്ങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. സന്തോഷ വാർത്തകളൊക്കെ തന്നെ നിങ്ങളെ തേടിയെത്തും. വരവും ചെലവും ഒരുപോലെ ആയിരിക്കും. അമിതമായ ചെലവ് തീർച്ചയായും പൂരം നക്ഷത്രക്കാർ ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി വരുന്നത് ഉത്ര നക്ഷത്രത്തിൻ്റെ ജനുവരി മാസത്തെ ഫലത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ജനുവരി മാസം ഉത്ര നക്ഷത്രക്കാർക്ക് കർമ്മഫലത്തിൻ്റെ മാസമാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. പഴയ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കും. സ്ഥിരതയുണ്ടാകും, ആരോഗ്യമുണ്ടാകും. ശ്രദ്ധ വേണ്ട സമയമാണ്. സമയക്രമം പാലിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം സമയക്രമം പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. അടുത്തതായി വരുന്നത് അത്തം നക്ഷത്രമാണ്. 2026 ജനുവരി മാസത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് മിതമായ ഫലം ലഭിക്കുന്ന മാസമാണ് എന്നേ പറയാൻ കഴിയൂ. ചില കാര്യങ്ങളിൽ താമസമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. ആത്മീയ ചിന്തകളൊക്കെ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ക്ഷമയോടെ മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ അത്തം നക്ഷത്രക്കാരോട് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, 2026 ജനുവരി മാസത്തിൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ മാസം സൃഷ്ടിപരമായ ചിന്തകളുണ്ടാകുന്ന സമയമാണ്. ശക്തമാകുന്ന മാസമാണ്. പുതിയ ആശയങ്ങൾ മനസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. ജോലിയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ കല, ഡിസൈനിങ്, നിർമ്മാണം, ടെക് മേഖല
എന്നീ മേഖലകളിലൊക്കെ തന്നെ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സ്വയം കഴിവ് തെളിയിക്കാൻ അവസരമുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വരുമാനം ക്രമാതീതമായി മെച്ചപ്പെടുമെന്ന് കാണുന്നുണ്ട്. ചില അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടായേക്കാം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറുതായി ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ക്ഷമയോടെ വ്യക്തതയോടെ പ്രവർത്തിച്ചാൽ തീർച്ചയായും ചിത്തിര നക്ഷത്രക്കാർക്ക് വിജയം ഉറപ്പാണ് എന്നാണ് പറയാൻ കഴിയുക. അടുത്തതായി വരുന്നത് ചോതി നക്ഷത്രമാണ്. ജനുവരി മാസം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റം നൽകുന്ന കാലഘട്ടമാണെന്നേ പറയേണ്ടതായിട്ടുള്ളൂ. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ നിങ്ങളെ തേടി വരും. നിയമപരമായും സർക്കാർ പരമായും ഒക്കെയുള്ള കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാകുക. പണം കൈകാര്യം ചെയ്യുമ്പോൾ കടം കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. തിടുക്കം ഒഴിവാക്കിയാൽ ഈ മാസം വളരെ ഗുണപ്രദമാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് വിശാഖ നക്ഷത്രത്തെക്കുറിച്ചാണ്. 2026 ജനുവരി മാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും. ജോലി മാറ്റത്തിന് അവസരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വരുമാനം മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിൽ ജാഗ്രത വേണം. മാനസികമായ ലക്ഷ്യബോധം വേണം. അതൊക്കെ തന്നെ ശക്തമായ ഒരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കിത്തരും എന്നാണ് പറയേണ്ടതായിട്ട് വരിക. വികാരാധീനമായ തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്ന നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. 2026 ജനുവരി മാസത്തിൽ അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേതൃപരമായ ശേഷി തെളിയിക്കുന്ന കാലമാണ്. ജോലിയിലും അതുപോലെ തന്നെ സമൂഹത്തിലുമൊക്കെ നേതൃസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്ഥിരമായ വരുമാനവും ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ചെലവ് കൂടാനുള്ള സാധ്യതയുണ്ട്. കുടുംബം നിങ്ങളെ പിന്തുണയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അമിതമായ പ്രതീക്ഷകളൊക്കെ ഒഴിവാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ചാണ്. ജനുവരി മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഐശ്വര്യത്തിൻ്റെയും ധൈര്യപരീക്ഷണങ്ങളുടെയും സമയമാണ്. മാനസികമായ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ചില ആശങ്കകൾ, അതുപോലെ തന്നെ ആത്മവിശ്വാസം കുറയുന്ന സാഹചര്യം ഇവയൊക്കെ കാണുന്നുണ്ട്. ജോലിയിൽ വെല്ലുവിളികൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് പോവില്ല. ആത്മീയമായ കാര്യം പരിശോധിക്കുമ്പോൾ ദൈവവിശ്വാസം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ക്ഷമയും വിശ്വാസവും ഈ മാസം നിങ്ങളെ രക്ഷിക്കുമെന്നാണ് കാണുന്നത്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് മൂല നക്ഷത്രത്തെക്കുറിച്ചാണ്. 2026 ജനുവരി മാസത്തിൽ മൂല നക്ഷത്രക്കാരുടെ പൊതുഫലം പറയുകയാണെങ്കിൽ പരിവർത്തനങ്ങളുടെ കാലമാണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകും. പഴയ ബന്ധങ്ങളൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പുതിയ വഴികൾ തുറന്നു ലഭിക്കും എന്നുള്ളതും കാണുന്നുണ്ട്. ജോലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുനഃസംഘടന സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചില തീരുമാനങ്ങൾ കടുപ്പമാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ചെലവ് നിയന്ത്രിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. മാറ്റങ്ങളെ സ്വീകരിച്ചാൽ മുന്നേറ്റമുണ്ട് എന്നുള്ളതാണ് മൂലനക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയാവുന്നൊരു കാര്യം. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് പൂരാട നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂരാട നക്ഷത്രക്കാർക്ക് ഈ മാസം ദീർഘമായ നേട്ടങ്ങളുടെ സമയമാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. പദ്ധതികൾക്ക് അനുകൂലമായ സമയമാണ്. സ്ഥിരതയുണ്ടാകും. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കുടുംബത്തിൻ്റെ ഐക്യവും പിന്തുണയും ഐശ്വര്യവും നിങ്ങൾക്ക് ലഭിക്കും. അഹങ്കാരം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. തീർച്ചയായും ജീവിത പുരോഗതി നിങ്ങൾക്ക് കാണുന്നുണ്ട്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ഉത്രാട നക്ഷത്രത്തെക്കുറിച്ചാണ്. 2026 ജനുവരി മാസത്തിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് ഉയർച്ചയും അംഗീകാരവും ലഭിക്കുമെന്നാണ് കാണുന്നത്. സ്ഥാനക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മേലധികാരികളുടെ വിശ്വാസം നേടാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യത്തിൽ സ്ഥിരത വർദ്ധിക്കും. സമ്പാദ്യവും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വിനയം നിലനിർത്തേണ്ടത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഉത്രാട നക്ഷത്രത്തിൻ്റെ ജനുവരി മാസത്തെ പൊതുഫലം. പ്രിയപ്പെട്ടവരെ, അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് തിരുവോണ നക്ഷത്രത്തെക്കുറിച്ചാണ്. 2026 ജനുവരി മാസത്തിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് സമാധാനവും സന്തോഷവും കൈവരുന്നൊരു സമയമാണ്. കുടുംബപരമായി സൗഖ്യമുണ്ടാകും. സന്തോഷ വാർത്തകൾ കേൾക്കും. ജോലി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സമ്മർദ്ദം കുറയാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്ഥിരത വരുമാനത്തിൽ തുടരുമെന്നാണ് കാണുന്നത്. നന്ദിയുള്ള മനോഭാവം തീർച്ചയായും ജീവിതത്തിൽ പാലിക്കേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും ജീവിത വിജയം നിങ്ങൾക്കുണ്ടാകുമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്ന അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ്. ജനുവരി മാസം അവിട്ടം നക്ഷത്രക്കാർക്ക് ശ്രദ്ധ ആവശ്യമായ ഒരു മാസമാണ്. ജോലിയിൽ തർക്കത്തിനുള്ള സാധ്യതയുണ്ട്. വാക്കുകളിൽ നിയന്ത്രണം വേണം. സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അനാവശ്യമായ ചെലവുകളും വായ്പ ഇടപാടുകളും
നിർത്തിവയ്ക്കുകയോ ജാഗ്രതയോടുകൂടി തന്നെയോ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ശാന്തത പാലിച്ചാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാം. ജീവിത വിജയം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു സമയമാണ്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ചതയം നക്ഷത്രക്കാരെ കുറിച്ചാണ്. ചതയം നക്ഷത്രക്കാർക്ക് 2026 ജനുവരി മാസത്തിൽ പുതിയ ആശയങ്ങളുടെ കാലഘട്ടമാണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ പറയുന്നത് ടെക്നിക്കൽ ഗവേഷണം, അതുപോലെ നവീകരണം, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ തന്നെ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുമെന്നുള്ളതാണ്. മാനസികമായ ഒറ്റപ്പെടൽ തോന്നിയേക്കാം. ആത്മവിശ്വാസം നിലനിർത്തി മുന്നോട്ട് പോയാൽ ജീവിത വിജയം ചതയം നക്ഷത്രക്കാർക്ക് ഈ മാസവും ഉണ്ടാകുമെന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ 2026 ജനുവരി മാസം എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ്. ആത്മീയമായ വളർച്ചയുടെ ഒരു കാലഘട്ടമാണ് ഈ സമയം. ജീവിതം ദൈവകാര്യങ്ങൾ താല്പര്യമുണ്ടാകുന്ന ഒരു സേവന മനോഭാവത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകും. കുടുംബത്ത് സമാധാനമുണ്ടാകും. മനസ്സ് തുറന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ഐശ്വര്യവും വിജയവും നിങ്ങളെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ടവരെ, അടുത്തതായി നാം പരിശോധിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 2026 ജനുവരി മാസത്തിൽ മിതഫലമുള്ള കാലഘട്ടമാണ് എന്നാണ് എടുത്തു പറയേണ്ടത്. കാര്യങ്ങൾ ഒഴിവാക്കിയേക്കാം, പക്ഷേ നഷ്ടമാകില്ല എന്നാണ് കാണുന്നത്. മാനസികമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വല്പം നിരാശയ്ക്കുള്ള സാധ്യതയുണ്ട്. ക്ഷമ പാലിച്ചാൽ അവസാന വിജയം നിങ്ങൾക്ക് തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ക്ഷമയോടുകൂടി തന്നെ കാര്യങ്ങളെ സമീപിക്കുകയും നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ജീവിത വിജയവും സാമ്പത്തിക വിജയവും ഈ നക്ഷത്രക്കാർക്കുണ്ട് എന്ന് വ്യക്തമായി കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയുടെ അവസാനമായി നമ്മൾ പരിശോധിക്കുന്നത് രേവതി നക്ഷത്രക്കാരെ കുറിച്ചാണ്. 2026 രേവതി നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിൽ പൂർണ്ണമായ അനുഗ്രഹവും സംരക്ഷണവും നൽകുന്നൊരു സമയമാണ്. ജോലി കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പുതിയ അവസരങ്ങളും യാത്രകളും നിങ്ങൾക്ക് ഗുണകരമായി തീരുമെന്നാണ് കാണുന്നത്. വരുമാനം മെച്ചപ്പെടും. കുടുംബപരമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സന്തോഷകരമായ അന്തരീക്ഷമാണ് മുന്നോട്ട് പോകുന്നത്. നന്ദിയോടുകൂടി തന്നെ മുന്നോട്ട് പോയാൽ ജീവിത വിജയം നിങ്ങൾക്കുണ്ടാകുമെന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 2026 ജനുവരി മാസത്തിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാരനും വ്യത്യസ്ത അനുഭവങ്ങളാണ് നൽകുന്നത്. തീർച്ചയായും നല്ല ചിന്ത, നല്ല പ്രവൃത്തി, ദൈവവിശ്വാസം, ഇവ മൂന്നും ചേർന്നാൽ എല്ലാ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പൊതുവെ പ്രശ്നത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്നും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.